ഇനി ഈ സെക്ഷനകത്ത് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് തിയറംസ് ആണ്. ആ തിയറംസ് ഉപയോഗിച്ചിട്ട് വേണം നമുക്കിനി ബാക്കി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ നമ്മുടെ തിയറം സ്റ്റാർട്ട് ചെയ്യാം. ഈ സെഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന തിയറം നമ്പർ 1. അതിന് രണ്ട് ഭാഗമുണ്ട്. ആദ്യത്തെ ഭാഗം നോക്കാം. ഇഫ് എ ഈസ് എ സെറ്റ് വിത്ത് m elements and b is a set with n elements, and if a intersection b equal to empty, then A union B has m plus n elements. B part, if A is a set, m belongs to n elements, and C is a subset of A with only one element, then A minus C set A minus C is a set with m minus 1 elements. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ തിയറം എന്ന് പറയുമ്പോൾ തിയറമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ഇത് നമ്മൾ സെറ്റ് പഠിച്ച കാലം തൊട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്നത്? രണ്ട് സെറ്റുകളുണ്ട്. ആ രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ എംപ്റ്റി ആണെന്നുണ്ടെങ്കിൽ രണ്ട് സെറ്റുകളുടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് രണ്ട് സെറ്റുകളുടെ എലമെന്റ്സുകളുടെ എണ്ണത്തിന്റെ സമ്മായിരിക്കും പുതിയ സെറ്റിനകത്ത് ഉണ്ടായിരിക്കുക. ഇതേപോലെ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു സെറ്റിനകത്ത് m എലമെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു എലമെന്റ് മാത്രമുള്ള മറ്റൊരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ സെറ്റിൽ നിന്ന് ചെറിയ സെറ്റ് കുറച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്താ ഉണ്ടാവുക? ആ m-1 എലമെന്റ്സ് ആണ് ഉണ്ടായിരിക്കുക. ഇത് നമ്മൾ മുമ്പ് തന്നെ പ്രാക്ടീസ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു റിസൾട്ടാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ വന്നു എന്നുള്ള കാര്യമാണ് ഈ തിയറത്തിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുകയാണെങ്കിലും ഇതിന്റെ പ്രൂഫ് എഴുതാനായിട്ട് കുറച്ച് സമയം എടുക്കും. കാര്യങ്ങൾ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും എഴുതാനുള്ള സമയം അത്രമാത്രമേ നമുക്ക് ഇതിന് ആവശ്യം വരുള്ളൂ. അപ്പൊ നമുക്കിതിന്റെ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ എ ഭാഗത്തിന്റെ പ്രൂഫാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എ ഭാഗത്തിന്റെ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ തന്നിട്ടുള്ള കാര്യം എന്താണ്? എ എന്ന് പറയുന്ന സെറ്റിന് അകത്ത് m എലമെന്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ m എലമെന്റ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് m എലമെന്റ്സ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റണം? അവിടെ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനെ കൊണ്ടുവരാൻ പറ്റണം. അപ്പൊ ആ കാര്യം നമുക്ക് ആദ്യം എഴുതാം. സിൻസ് A is a finite set with m elements, there exists a bijection f from
അപ്പോൾ ഇവിടെ കിടക്കുന്നത് എം എലമെന്റ്സ് ആയതുകൊണ്ട് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കണം? എൻ എമ്മിൽ നിന്ന്. അപ്പൊ എൻ എം എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3 എക്സെട്ര എം. ഈ സെറ്റിനാണ് നമ്മൾ എൻ എന്ന് പറയുന്നത്. ബൈജക്ഷൻ ആയതുകൊണ്ട് ദർ എക്സിസ്റ്റ് ബൈജക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഫ്രം എൻ എം ഓൺ ടു ഏത് സെറ്റാണ്? എ എന്ന് പറഞ്ഞ സെറ്റാണ്. എയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരു മാപ്പ് കൊണ്ടുവരാൻ പറ്റി. ഇതേപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ബി എന്ന് പറയുന്ന ആൾ എന്താണ്? ഇസ് എ ഫൈനൈറ്റ് സെറ്റ് വിത്ത് എത്ര എലമെന്റ്സ് ആണുള്ളത്? എൻ എലമെന്റ്സ്. അപ്പോൾ അവിടെ സംഭവിക്കണം ദർ എക്സിസ്റ്റ് എ ബൈജക്ഷൻ. ഓൾറെഡി നമ്മുടെ എഫ് എടുത്തുകൊണ്ട് ഇതിന് ഞാൻ ജി എന്ന് എടുക്കുന്നു. ഫ്രം എൻ എലമെന്റ്സ് ആയതുകൊണ്ട് എ സെറ്റ് എന്നായിരിക്കും? എൻ എൻ എന്ന് പറഞ്ഞ സെറ്റ് ആയിരിക്കും. എന്താണ്? 1 2 3 എക്സെട്ര എൻ ഓൺ ടു ബി എന്ന് പറഞ്ഞ സെറ്റിലേക്കാണ് ഈ മാപ്പ് വരുന്നത്. അപ്പൊ എയും ബിയും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? പുതിയൊരു സെറ്റാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അതായത് എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റാണ്. നമ്മൾ ലാസ്റ്റ് ദിവസം എടുത്ത ക്ലാസ്സിൽ കൂടെ കിടക്കുന്നുണ്ട്. അന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയട്ടെ. ഓക്കെ, അത് പോയി. അപ്പൊ എയും ബിയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷനൊക്കെ വന്ന സ്ഥിതിക്ക് നമുക്കിനി പുതിയ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. സോറി, ആദ്യം നമുക്കിനി എന്താ വേണ്ടത്? എ യൂണിയൻ ബി എന്ന് പറഞ്ഞ സെറ്റാണ് വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യാം ആയതിനെ. കൺസിഡർ സെറ്റ് എ യൂണിയൻ ബി, അതുപോലെ വിത്ത് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എം ടി. അപ്പൊ അവരെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞ ആളുണ്ട്, അതുപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ആളാരാണ്? എം ടിയുമാണ്. അപ്പൊ നമുക്കിനി എന്താ കൊണ്ടുവരേണ്ടത്? എ യൂണിയൻ ബിയുടെ അകത്ത് എം പ്ലസ് എൻ എലമെന്റ്സ് ഉണ്ടെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റണം? ഒരു മാപ്പ് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. ആ മാപ്പിന്റെ ഡൊമൈൻ എന്തായിരിക്കണം? nm+1 ആയിരിക്കണം. അതുപോലെ തന്നെ അതെവിടേക്ക് മാപ്പ് ചെയ്യണം? എ യൂണിയൻ ബിയിലേക്ക് മാപ്പ് ചെയ്യണം. അതെന്താവണം? ബൈജക്റ്റീവ് ആവണം. ഇത്രയാണ് നമ്മളെ സംബന്ധിച്ച് അറിയേണ്ട കാര്യങ്ങൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പുതുതായിട്ട് ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുകയാണ്. എച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പൊ ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? എൻ എം പ്ലസ് എന്നിൽ നിന്ന് എ യൂണിയൻ ബിയിലേക്ക് ആവണം. ഡിഫൈൻഡ് ബൈ, ഇങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ടത് എച്ച് ഓഫ് ഐ ഇസ് ഈക്വൽ ടു, രണ്ട് ഫംഗ്ഷൻ ആണ്. എച്ച് കോമ്പോസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്? എം വരെയുള്ള ആൾക്കാർക്ക് എന്താ നമ്മൾ കൊടുത്തിരിക്കുന്നത്? എഫ് എന്നും, എമ്മിന് എം തൊട്ടിട്ട് അടുത്ത വരെയുള്ള ആൾക്കാർക്ക് എൻ വരെയുള്ള ആൾക്കാർക്ക് എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? എഫ് ജി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോ എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഫോർ ഐ ഈക്വൽ ടു 1 2 എക്സെട്ര എം. എം വരെയുള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് പേര് കൊടുക്കുന്നു? എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നു. ഇനി എച്ച് എഫ് ഐ എന്ന് പറയുന്ന ആള് എം തൊട്ടിട്ട് അല്ലെങ്കിൽ എമ്മിന് ശേഷമുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണ്? എം പ്ലസ് എൻ വരെയുള്ള ആൾക്കാരുടെ അവസ്ഥ. ഐ ഈക്വൽ ടു എം പ്ലസ് 1 എം പ്ലസ് 2 എക്സെട്ര. അവസാനത്തെ എലമെന്റ് ഇപ്പൊ എന്താണ്? ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എം പ്ലസ് എൻ ആണ്. അപ്പൊ എം പ്ലസ് എൻ വരയ്ക്കും. ഞാൻ ഇയാളെ വിളിക്കുന്നത്, ഡിഫൈൻ ചെയ്യുന്നത് ജി ഓഫ് ഐ മൈനസ് എം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഐയിൽ നിന്ന് എം കുറയ്ക്കുക. അപ്പൊ സപ്പോസ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എം ഈക്വൽ ടു ഐ ഈക്വൽ ടു ഞാൻ എം പ്ലസ് 2 എന്ന് പറഞ്ഞ് കൊടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഐ മൈനസ് എം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എം പ്ലസ് 2 മൈനസ് എം എന്ന് പറഞ്ഞ് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു എം ആണ്. ദെൻ ജി ഓഫ് ഐ മൈനസ് എം എന്ന് പറയുന്ന ആളെന്താ നമുക്ക് കിട്ടുന്നത്?
സോറി, എം ക്യാൻസൽ ചെയ്തിട്ട് 2 ആണ് കിട്ടുന്നത്. അപ്പോൾ ജി ഓഫ് 2 എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ i മൈനസ് എം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ 1 തൊട്ടിട്ട് n വരെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ആര് ഡിഫൈൻഡ് ആയിട്ടുള്ളൂ, ജി എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഈ പറയുന്ന ഫംഗ്ഷൻ ഒരു ബൈജക്റ്റീവ് ആണോ, ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനി ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, 1 എന്ന് പറയുന്ന കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അപ്പൊ 1 എക്സിസ്റ്റ് ചെയ്യാൻ നോക്കണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ 1 നോക്കുന്ന സമയത്ത് നമുക്ക് 2-3 പ്രശ്നങ്ങളാണ് ഇനി നിൽക്കുന്നത്. കാരണം ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒറ്റ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് റിസ്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 2 ഫംഗ്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോൾ 2 എലമെന്റ്സ് എടുക്കുമ്പോൾ ഇപ്പൊ നമുക്ക് 1 എടുക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക, 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ് എടുക്കുന്നു. അവരുടെ ഇമേജ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ അത് 1 ആണ് നമ്മൾ പറയും. അപ്പൊ ഇവിടെ എടുക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഐ അല്ലെങ്കിൽ ജെ എന്ന് പറയുന്ന 2 എലമെന്റ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇതിന് 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന്, ഐയും ജെയും എവിടെ വരാം, 1 തൊട്ട് എം വരെയുള്ള ഭാഗത്ത് വരാം. രണ്ടാമത്തെ പോസിബിലിറ്റി എന്താണ്, ഐ എന്ന് പറയുന്ന ആള് 1, 2 തൊട്ട് എം വരെ വരാം. ജെ എന്ന് പറയുന്ന ആള് m+1, m+2 എക്സെട്ര m+n വരെയുള്ള ഭാഗത്ത് വരാം. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്ന് പറയുന്ന ആൾ എവിടെ വരാം, m+1, m+2 എക്സെട്ര m+n എന്ന് പറഞ്ഞ ഭാഗത്ത് വരാം. അതുപോലെ തന്നെ ജെ എന്ന് പറയുന്ന ആൾ എവിടെ വരാം, 1, 2, 3 എക്സെട്ര എം എന്ന് പറയുന്ന ഭാഗത്ത് വരാം. ഇനി ഒരെണ്ണം കൂടി വരാൻ, അപ്പോൾ ഇപ്പുറത്തെ ലാസ്റ്റത്തിലേക്ക് മാത്രം. അത് ഐയും ജെയും എവിടെ വരാം, m+1, m+2 എക്സെട്ര m+n ഭാഗം വരെ വരാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ 4 കേസാണ് നമുക്കുള്ളത്. എങ്കിലും നമുക്ക് ഈ 2 കേസിനും കൂടിയിട്ട് എന്താക്കി മാറ്റിയാൽ മതി, ഒന്നാക്കി മാറ്റാം. കാരണം ഐയും ജെയും ഡിഫറെന്റ് ആയിട്ടുള്ള സെറ്റിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനെ പേര് ഐനും ജെയിനും അങ്ങോട്ട് മാറ്റി കൊടുത്ത പ്രശ്നം മതി. അപ്പൊ നമുക്ക് ഇതിനെ മൊത്തത്തിൽ വേണമെങ്കിൽ എന്തായിട്ട് പറയാം, 3 കണ്ടീഷൻസ്, അതായത് 2 ആദ്യത്തെ സെറ്റിൽ വരുന്നത്, 2 അവസാനത്തെ സെറ്റിൽ വരുന്നത്, ഒരാള് ആദ്യത്തെ സെറ്റിലും രണ്ടാമത്തെ ആള് രണ്ടാമത്തെ സെറ്റിലും വരുന്നത്. അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ കേസിനകത്തും ഇത് 1 ആണോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യണം. ഇപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യത്തെ സെക്ഷൻ എടുക്കാം. എന്താണത്, ഫോർ എനി ഐ കോമ ജെ ബിലോങ്സ് ടു 1, 2 എക്സെട്ര എം. ദെൻ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഫോർ എനി ഐ കോമ നോട്ട് ഈക്വൽ ടു ജെ ഇംപ്ലൈസ് എഫ് എന്ന് പറയുന്ന ആൾ എന്താണ്, സിൻസ് എഫ് ഈസ് എ ബൈജക്ഷൻ, F is 1, 1. അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, when
I comma j belongs to 1 to etc. m h of I അല്ലെങ്കിൽ h of j എന്ന് പറയുന്നത് എന്തായിരിക്കും? f of j അതുപോലെ തന്നെ f of I ആയിരിക്കും. പക്ഷേ f എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് 1 1 ആണ്. അപ്പോൾ ഇത് നമുക്ക് f 1 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? f of I not equal to f of j. റീസൺ എന്താണ്? Since f is bijection. Which implies എന്താണ്? ഇവിടെ ഈ സ്ഥലത്ത് ഐയും ജെയും 1 2 എക്സെട്ര എം എൽ ആവുന്ന സമയത്ത് h എന്ന് പറയുന്ന ആൾ എന്താണ്? f തന്നെയാണ്. Is h of I not equal to h of j. അതിന്റെ റീസൺ എന്താണ്? h of I equal to f of I if I belongs to set 1 to etc. e. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള രണ്ട് എലമെന്റ്സിനെ അവരുടെ ഇമേജുകൾ എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആണ്. Therefore h is 1 1 if I comma j belongs to 1 to etc. n. അങ്ങനെ നമുക്കത് അവസാനിപ്പിക്കാം. ഇനി അടുത്ത പ്രശ്നം എന്താണ്? For I comma j belongs to m plus 1 m plus 2 etc. m plus n. അപ്പോൾ രണ്ടും ഇപ്പോൾ വരുന്നത് മറ്റേ സെറ്റിലാണ്. അപ്പോൾ ഇതേ രീതികൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫോർ എനി I നോട്ട് ഈക്വൽ ടു j നമുക്ക് എന്ത് കിട്ടും? m plus 1 തൊട്ടിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ എവിടെയാണ്? gi മൈനസ് എമ്മിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? കൊടുത്തിട്ടുള്ളത്, നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ g എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? 1 1 ബൈജക്റ്റീവ് ആണ്. അതായത് g എന്ന് പറയുന്ന ആൾ 1 1 ആണ്. അപ്പോൾ g എന്ന് പറഞ്ഞ ആൾ 1 1 ആണെങ്കിൽ g i മൈനസ് എം എന്ന് പറയുന്ന ആൾക്ക് എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ g i മൈനസ് എം കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് എന്ത് കൊടുക്കാം? ഇംപ്ലൈസ് i മൈനസ് എം ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? i മൈനസ് എം വെച്ച് മൈനസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ i മൈനസ് എം നോട്ട് ഈക്വൽ ടു j മൈനസ് എം. ഓക്കെ, ഇനി നമുക്ക് എന്ത് കൊടുക്കാം? അങ്ങനെയാണെങ്കിൽ g ഓഫ് i മൈനസ് എം നോട്ട് ഈക്വൽ ടു g ഓഫ് j മൈനസ് എം. റീസൺ സിൻസ് g ഈസ് ബൈജക്റ്റീവ്, which implies h of I not equal to h of j. ഇതിന്റെ റീസൺ എന്താണ്? h of I equal to g of I minus m when I belongs to m plus 1 m plus 2 etc. plus m plus n. ഇതാണ് അതിന്റെ റീസൺ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്താണ്? h എന്ന് പറയുന്ന ആള് ഈ കേസിനകത്തും എന്ത് തന്നെയാണ്? 1 1 തന്നെയാണ്. ദാറ്റ് ഈസ് h is 1 1 when I comma j belongs to m plus 1 m plus 2 etc. m plus n. അപ്പോൾ ആ രണ്ട് കേസുകളും കഴിഞ്ഞുപോയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മൂന്നാമത്തെ കേസാണ് നമ്മൾ എടുക്കുന്നത്. അതായത് എന്താണ്? ഫോർ എനി I belongs to 1 to etc. m and j belongs to m plus 1 m plus 2 etc. m plus n. അപ്പോൾ ഈ സമയത്ത് എന്ത് സംഭവിക്കും? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ i നോട്ട് ഈക്വൽ ടു j എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു. കാരണം ഇത് തന്നെ നമുക്ക് ക്ലിയർ ആണ്. i എന്ന് പറഞ്ഞാൽ മാക്സിമം m വരെ വരുള്ളൂ. j എന്ന് പറയുന്ന ആള് m plus 1 തൊട്ടിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ബാക്കിയിട്ട് നമ്മൾ ഫോർ i നോട്ട് ഈക്വൽ ടു j എന്ന് പറയുന്നത് കാരണം അവർ രണ്ടുപേരും ഒരു സെറ്റ് തന്നെയാണ്. എന്നാലും നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം ഫോർ എനി എന്ന്. അതിനിപ്പോൾ പറഞ്ഞില്ലാച്ചാലും എന്തില്ല, കുഴപ്പമില്ല. കാരണം നമ്മൾ ഡിഫൈൻ ചെയ്തെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഐയും ജയും ഒരിക്കലും ഈക്വൽ ആവില്ല എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ധാരണയുണ്ട്. എന്നാൽ ഇനി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിക്ക് വേണമെങ്കിൽ മാത്രം എന്ത് ചെയ്യുക?
അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇത് ഫോർ എനി ഐ നോട്ട് ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? എഫ് ഐ എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ ജെ മൈനസ് എം എന്ന് പറയുന്ന ആളും എന്താവില്ല, ഈക്വൽ ആവില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പൊ അതായത് ഐ എന്ന് പറയുന്ന ആള് എവിടെ കിടക്കുന്നത്? 1, 2 എക്സെട്ര എമ്മിലാണ് കിടക്കുന്നത്. അപ്പൊ എഫ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? എച്ച് ഓഫ് ഐ ആണ്. അപ്പൊ ഇവിടെ വരുന്ന കേസിനകത്ത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജി ഓഫ് ജെ മൈനസ് എം എന്ന് പറയുന്നത് ജെ എന്ന് പറയുന്ന ആൾ ഈ സെറ്റിനകത്ത് വരുമ്പോൾ ഇതിനെ നമ്മൾ എന്താണ് പേര് വിളിക്കുന്നത്? എച്ച് ഓഫ് ജെ ആണ്. പക്ഷെ ഇവിടെ നോട്ട് ഈക്വൽ ടു ആയതുകൊണ്ട് ഇവിടെ നോട്ട് ഈക്വൽ ടു ആണ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം വരാം, ഇതെങ്ങനെയാണ് നോട്ട് ഈക്വൽ ടു ആവണേ എന്നുള്ളത്. ഏത് എഫ് ഓഫ് ഐ നോട്ട് ഈക്വൽ ടു ജി ഓഫ് ജെ മൈനസ് എം. കാരണം ഐ സെറ്റിലും ജെ സെറ്റിലും ആണ് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും എഫ് ഓഫ് ഐ നോട്ട് ഈക്വൽ ടു ജി ഓഫ് ജെ മൈനസ് എം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടാൾ കൂടി മാപ്പ് ചെയ്യുന്നത് ഒരു കോമൺ എലമെന്റ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയും പോസിബിലിറ്റി ഉണ്ടാവാമല്ലോ. അപ്പൊ നമുക്ക് ചിന്തിക്കാം, നമ്മുടെ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എവിടെ നിന്നാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്? എഫിനെ എൻ എമ്മിൽ നിന്ന് എയിലേക്കും ജി എന്ന് പറയുന്ന ആളിനെ എന്നിൽ നിന്ന് ബിയിലേക്കുമാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്ത് നോക്കാം എഫ് ഓഫ് ഐ ഈക്വൽ ടു സം കെ ബിലോങ്സ് ടു എ. കാരണം ഇവിടെ മാപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് അടുത്ത പ്രശ്നം എന്താണ്? ജി ഓഫ് ഐ മൈനസ് എം എന്ന് പറയുന്ന ആൾ സപ്പോസ് കെയിലേക്ക് മാപ്പ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ കെയിലേക്ക് മാപ്പ് ചെയ്യുമ്പോൾ അതിന്റെ റേഞ്ച് എന്താണ്? ബി ആണ്. അപ്പൊ കെ എന്ന് പറയുന്ന ആൾ എയിലും ഉണ്ട്, കെ എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും ഉണ്ട്. അപ്പൊ കെ എന്ന് പറയുന്ന ആൾ എവിടെയുണ്ട്? എ ഇന്റർസെക്ഷൻ ബിയുടെ അകത്തുണ്ട്. പക്ഷെ നമ്മുടെ അസംഷൻ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ആള് എം ടി ആണെന്നാണ്. ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നു. അപ്പൊ അത് കാരണം നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? എഫ് ഓഫ് ഐയും എഫ് ഓഫ് ജെ മൈനസ് എമ്മും യാതൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല? സെയിം ആവാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്? നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ സൈൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്ന് പറയുന്ന ആള് m+1 m+2 എക്സെട്ര m+n എന്നിലേക്കും ജെ എന്ന് പറയുന്ന ആള് 1, 2, 3 എക്സെട്ര എമ്മിലേക്കും ആണെന്നുണ്ടെങ്കിൽ ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ആ ഒരു കേസ് പറയുന്നില്ല, ഇത് രണ്ടും കൂടി ഒന്നാക്കിയിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാണ്. Therefore നമുക്കിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇന്നിപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്താണ്? H is 1, 1 when I belongs to nm and j belongs to m+1 etc m+n. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള 4 കേസ് അല്ലെങ്കിൽ 3 കേസിനകത്ത് എല്ലാതും എന്താണ് നമ്മൾ കാണിച്ചു? h എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 1, 1 എന്ന് കാണിച്ചു. Therefore h is 1, 1 in all cases. That is h from nm plus n to a union b is 1, 1. അപ്പൊ 1, 1 കാണിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത് എന്താണ് കാണിക്കേണ്ടത്? ഇത് ഓൺ ടു ആണെന്നാണ് നമുക്ക് ഇനി അടുത്ത് കാണിക്കേണ്ടത്. അപ്പോൾ ഓൺ ടു ആണെന്ന് കാണിക്കാൻ വേണ്ടി ഉള്ള വർക്കുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓൺ ടു എന്ന് പറഞ്ഞിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് എന്ന് പറയുന്ന ഫോർ എനി എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി. ഇതിന് പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിക്കാണ്ട് വേണ്ടത്. അപ്പൊ എക്സ് ഈക്വൽ ടു എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ എക്സ് എവിടെ ഉണ്ടാവണം? എയിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ എക്സ് എവിടെ ഉണ്ടാവണം? ബിയിൽ ഉണ്ടാവണം. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് മാത്രമാണ് സംഭവിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എക്സ് ബിലോങ്സ് ടു എ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ് ബിലോങ്സ് ടു ബി ആയിരിക്കും. സപ്പോസ് എക്സ് ബിലോങ്സ് ടു എയിലാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എലമെന്റിനെ കൊണ്ടുവരാൻ പറ്റും. ദെൻ അപ്പൊ നമുക്കത് ഇങ്ങനെ എഴുതാം. സപ്പോസ് എക്സ് belongs to A, then since f is bijective, ബൈജക്റ്റീവ് വേണ്ട, ഓൺ ടു എന്നുള്ള കണ്ടീഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബൈജക്റ്റീവിനകത്ത് ഓൺ ടു എന്ന് പറഞ്ഞ കണ്ടീഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എഫ് ഓൺ ടു ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഫൈൻഡ് I belongs to nm such that
എഫ് ഓഫ് ഐ ഈക്വൽ ടു ആ എലമെന്റ്, അതായത് എക്സ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഐ എന്ന് പറയുന്ന ആള് സിൻസ് ഐ ബിലോങ്സ് ടു 1 2 എക്സെട്ര എം, എഫ് ഓഫ് ഐ എന്ന് പറയുന്ന ആൾ എന്താണ്, എച്ച് ഓഫ് ഐ ആണ്. അതെന്തിനോട് ഈക്വൽ ആണ്, എക്സിനോട് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി, ഒരു എച്ചിനെ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റി. ദാറ്റ് ഈസ് ഫോർ എവരി, അത് നമുക്ക് പറയാറായിട്ടില്ല, ഇത് എയുടെ കേസിനകത്ത് മാത്രമാണ്. ഇനിയിപ്പോ നമുക്ക് എന്ത് പറയാം, എക്സ് എന്ന് പറയുന്ന ആള് ബിയുടെ അകത്താന്ന് വിചാരിക്കാം. then since G is on 2, we can find an element K belongs to Nm such that G of K equal to X. അപ്പോ ഐ എന്ന് പറയുന്ന ആള് ഇപ്പൊ എവിടെ കിടക്കുന്നത്, കെ എന്ന് പറയുന്ന ആൾ ഇപ്പൊ എവിടെ കിടക്കുന്നത്, 1 2 എക്സെട്ര എം പ്ലസ് എൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കെ പ്ലസ് എം എന്ന് പറയുന്ന എലമെന്റ് അവിടെ കിടക്കും. കെ പ്ലസ് എം എന്ന് പറഞ്ഞ എലമെന്റ് എവിടെ കിടക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എം പ്ലസ് എൻ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് കിടക്കും. അങ്ങനെയാണെങ്കിൽ എച്ച് ഓഫ് കെ പ്ലസ് എം എന്ന് പറഞ്ഞ എലമെന്റ് എന്താണ്, കെ പ്ലസ് 1 എം എന്ന് പറഞ്ഞ എലമെന്റ് കിടക്കുന്നത് എമ്മിന് മുകളിലുള്ള സെറ്റുകളുടെ കളക്ഷനകത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതേണ്ടി വരും, ജി ഓഫ് കെ പ്ലസ് എം മൈനസ് എം എന്നാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് കെ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്. അതായത് എക്സ് എന്ന് പറയുന്ന ആള് എയിലാണെങ്കിലും ശരി, എക്സ് എന്ന് പറയുന്ന ആള് ബിയിലാണെങ്കിലും ശരി, നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രീ ഇമേജിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ്, അല്ലെങ്കിൽ ദസ് എവരി എലമെന്റ് ഓഫ് A union B has a pre-image under H and hence H is on 2. അപ്പോൾ H എന്താണ്, 1 1 ആണ്, H എന്ന് പറയുന്ന ആൾ on 2 ആണ്. ദാറ്റ് ഈസ് H ഫ്രം N M plus N to A union B is a bijection that is, അങ്ങനെ ഒരു ബൈജക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ എം പ്ലസ് എന്നിൽ നിന്ന് എ യൂണിയൻ ബിയിലേക്ക് ഒരു ബൈജക്ഷൻ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, എ യൂണിയൻ ബി ഹാസ് എം പ്ലസ് എൻ എലിമെന്റ്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ പ്രൂഫ്. ഈ പ്രൂഫിനകത്ത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏതെങ്കിലും ഭാഗമുണ്ടോ ഉണ്ടെങ്കിൽ ചോദിക്കുക, പറയാം. സാർ 3 കേസ് പറഞ്ഞില്ലേ, അതിലിപ്പോ 3ാമത്തെ കേസ് ഉണ്ടല്ലോ, 4 ഐ നോട്ട് ഈക്വൽ ടു ജെ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഐയും ജി ഓഫ് ഐ മൈനസ് എമ്മും, അത് മുതലൊന്നും കത്തിയിട്ടില്ലേക്ക്. എന്നാ ആ ഭാഗത്തേക്ക് നമുക്ക് പോയി നോക്കാം. സാധാരണ നമ്മൾ
ഇത് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ എച്ച് ഓഫ് ഐ എന്ന് പറയുന്ന ആൾ ഇങ്ങനെ എടുക്കുക എന്ന് മാത്രമാണ് നമ്മൾ പൊതുവെ പറയാറ്. അപ്പൊ അത് പറയാനുള്ള കാരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പൊ സാധാരണ നമുക്ക് പറയാം എന്ത്, എച്ച് ഓഫ് ഐ ഈക്വൽ ടു എഫ് ഓഫ് ഐ ഫോർ ഐ ഈക്വൽ ടു 1 2 3 എക്സെട്ര എം എന്നൊക്കെ പറയാൻ ഭയങ്കര പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതേപോലെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്, അടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ജി ഓഫ് ഐ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതാണ് നമ്മൾ പൊതുവെ പ്രതീക്ഷിക്കല്. അതല്ലേ നമുക്ക് മെയിൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രശ്നം. നിങ്ങൾ അങ്ങനെയായിരുന്നോ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നേ? ഇതിലിപ്പോ മൂന്നാമത്തെ കേസ് ഉണ്ടല്ലോ. അപ്പം ആദ്യത്തെ രണ്ട് കേസ് നോട്ട് ഈക്വൽ ടു ആയത് ഓക്കെ, അത് മനസ്സിലായി. ഈ മൂന്നാമത്തെ കേസ് ഉണ്ടല്ലോ, അവസാനം നമ്മൾ പറഞ്ഞില്ലേ എഫ് ഓഫ് എൻ എം എന്താ ഈസ് ടു എ ജി ഓഫ് എൻ എൻ ഇസ് ടു ബി എന്ന് പറഞ്ഞിട്ട് കെനെ കുറിച്ച് ആ ഭാഗമാണ് എനിക്ക് കിട്ടാത്തത്. ഓക്കെ, ആ ഭാഗമാണല്ലേ പ്രശ്നം. സോറി, ഞാൻ മനസ്സിലാക്കി തെറ്റിപ്പോയതാണ്. അപ്പൊ ആ ഭാഗത്തേക്ക് വരാം. ഈ ഭാഗമാണ് അപ്പോൾ പ്രശ്നം വരുന്നത്. ഇവിടെ നോക്കാം. ഇപ്പൊ നമുക്ക് എന്താ സംഭവിച്ചിരിക്കുന്ന എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ആൾ നമ്മൾ എവിടെ എടുത്തു, ബിയിലെടുത്തു. അപ്പോ ബിയിലെടുക്കുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണ്, ജി എന്ന് പറയുന്ന ആള് ഓൺ ടു ആണെന്നുള്ളത് നമുക്കറിയാം. അല്ല സാർ, ഇതിന് തൊട്ട് മുമ്പത്തെ എക്സ് നമ്മള് എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബിയുടെ കുറച്ച് മുമ്പ്. ഓ, അതിന് മുകളിലാണ്. സോറി, 1-1 കേസാണോ പ്രശ്നം വന്നിരിക്കുന്നത്? ഈ ഭാഗമാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ വരാവുന്ന വിഷയങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളാണ്. ഒന്നുകിൽ നമ്മുടെ സെറ്റപ്പ് കിടക്കുന്നത് ഇങ്ങനെയാണ്, 1 2 എക്സെട്ര എം വരെ കിടക്കുന്നുണ്ട്, m+1 എക്സെട്ര m+n വരെ കിടക്കുന്നുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഒരു സ്പ്ലിറ്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഐ എടുക്കുന്നത് ചിലപ്പോൾ ഇതിനകത്താവും, ചിലപ്പോൾ ഐ എടുക്കുന്നത് ഇതിനകത്താവും. അപ്പോൾ ഐ ഇതിനകത്ത് എടുത്തെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ജെ എടുക്കേണ്ടത് പിന്നെ ഇവിടെ എടുക്കുന്ന കേസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മൾ ഐയും ജെയും തമ്മിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐയും ജെയും ഈക്വൽ ആവില്ല. കാരണം ഐ എന്ന് പറയുന്ന എടുക്കുന്ന സെറ്റ് 1 to m വരെയാണ്, ജെ എന്ന് പറയുന്ന ആൾ m+1 m+2 എക്സെട്ര m+n വരെയാണ്. അപ്പൊ അതായത് ഐയും ജെയും ഒരിക്കലും എന്താവില്ല, ഈക്വൽ ആവില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പറയണ നിർബന്ധമില്ല ഐയും ജെയും നോട്ട് ഈക്വൽ ടു ആണെന്നുള്ളത്. എന്നാലും കിടന്നോട്ടെ, നമ്മളൊരു ഫ്ലോയ്ക്ക് പോണത് കൊണ്ട് അത് ആ രീതി തന്നെ നമുക്ക് എഴുതാം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എച്ച് ഓഫ് ഐ നോട്ട് ഈക്വൽ ടു എച്ച് ഓഫ് ജെ എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ എച്ച് ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഫിലേക്ക് മാറ്റുമ്പോൾ എന്താണ്, ഒരു കുഴപ്പമില്ല, എച്ച് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് ഐ ആണ്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് എച്ച് ഓഫ് ജെ എന്ന് പറയുന്ന ആള് നമുക്ക് ഇതാണ് കാണിക്കേണ്ടത് കേട്ടോ. അപ്പൊ എച്ച് ഓഫ് ജെ എന്ന് പറയുന്ന ആൾ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ജെ എന്ന് പറയുന്ന ആൾ m+1 m+2 എക്സെട്ര m+n പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ജി ഓഫ് ജെ മൈനസ് എം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിവരിക്കുന്നത്, ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ കാണിച്ചേ പറ്റുള്ളൂ. ഇത്രയും കാര്യം മനസ്സിലായോ? അലീന? മനസ്സിലായി. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയി കിട്ടി. ഇനി ബാക്കിയുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അതായത് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ കിട്ടിയെന്നുള്ള ഒറ്റയടിക്കാണ് ഞാൻ അങ്ങനെ എഴുതിയത്, അതിന്റെ വന്നൊരു കൺഫ്യൂഷനാണ്. അതിന്റെ റീസൺ ഞാൻ ഇവിടെ എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് നോക്കാം. എഫ് ഓഫ് ഐ എന്ന് പറയുന്ന ആൾക്ക് ഇവർ ഈക്വൽ ആവുന്നത്. ഇപ്പൊ സപ്പോസ് നമ്മൾ എന്താണ് എടുക്കുന്നത്, സപ്പോസ് എഫ് ഓഫ് ഐ ഈക്വൽ ടു ജി ഓഫ് ജെ മൈനസ് എം. അപ്പൊ എന്ത് സംഭവിക്കും, ഇവർ രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ അവർ പോകുന്ന ഒരു നമ്പറാണ് കെ എന്ന് പറയുന്നത്. അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു, കെ എന്ന് പറഞ്ഞ നമ്പർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കെ എന്ന് പറയുന്ന ആളാണെങ്കിൽ എഫ് ഓഫ് ഐ എന്ന് പറയുന്ന ആളും കെ ആണ്, അതുപോലെ തന്നെ ജി ഓഫ് ജെ മൈനസ് എം എന്ന് പറയുന്ന ആളും എന്താണ്, കെ ആണ്.
അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടുള്ളതാണ്? എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എൻ എമ്മിൽ നിന്ന് എയിലേക്കുള്ളതാണ്. ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എൻ എന്നിൽ നിന്ന് ബിയിലേക്കുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ്? ഈ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 1 1 ആൻഡ് ഓൺ 2 ആണ്. അതായത് ഇതൊരു ബൈജക്റ്റീവ് ആയതുകൊണ്ട് ഈ എ എന്ന് പറയുന്ന ആള് ഫൈനൈറ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത് ഇമേജ് ഐയുടെ ഇമേജ് കിടക്കുന്നത് കെയിലാണ്. അപ്പോൾ കെ എന്ന് പറയുന്ന ആൾ കിടക്കുന്നത് എവിടെയാണ്? എയിലാണ്. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് ജിയുടെ ഇമേജ് ആണ് കെ കിട്ടിയിരിക്കുന്നത്. ജിയിൽ ജെ മൈനസ് എം എന്ന് പറഞ്ഞ എലമെന്റിന്റെ ഇമേജ് ആണ് കെ കിട്ടിയിരിക്കുന്നത്. ജി എന്ന് പറയുന്ന ആൾ എന്നിൽ നിന്ന് ബിയിലേക്കുള്ളതാണ്. അപ്പൊ കെ എന്ന് പറയുന്ന ആൾ എവിടെ കിടക്കുന്നുണ്ടാവും? ബിയുടെ അകത്ത് കിടക്കുന്നുണ്ടാവും. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ആ കിട്ടി. അപ്പൊ നോക്കുമ്പോ ജി എന്നിന്റെ അകത്ത് എ എന്ന് പറയുന്ന ആളുടെ അകത്തും കെ ഉണ്ട്, ബിയുടെ അകത്തും കെ ഉണ്ട്. അപ്പോ കെ എന്ന് പറയുന്ന ആൾ എവിടെയുണ്ട്? എ ഇന്റർസെക്ഷൻ ബിയുടെ അകത്തുണ്ടല്ലോ. പക്ഷെ നമ്മുടെ അസംഷൻ എന്താണ്? നമ്മുടെ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ തന്നിട്ടുള്ള കാര്യം എന്താണ്? എ ഉണ്ട്, ബി ഉണ്ട്, അതുപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ആരാണ്? എം ടി ആണ്. ഇപ്പൊ അതിനൊരു കോൺട്രഡിക്ഷൻ അല്ലേ വന്നത്? ആ ആ ഈ കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താണ്? കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം ഇവനായിരുന്നു. നമ്മൾ എന്ത് വിചാരിച്ചു? ഇവർ രണ്ടുപേരും സെയിം ആണെന്ന് വിചാരിച്ചു. ഐയും ജെയും നോട്ട് ഈക്വൽ ടു ആയ സമയത്ത് എഫ് ഓഫ് ഐയും ജെ അല്ലെങ്കിൽ എഫും ജെയും എന്താണെന്ന് നമ്മൾ തീരുമാനിച്ചു? സെയിം ആണെന്ന് നമ്മൾ വിചാരിച്ചു. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വന്നത്? ഈ കോൺട്രഡിക്ഷൻ വന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? കോൺട്രഡിക്ഷൻ വന്ന സ്ഥിതിക്ക് നമ്മുടെ അസംഷൻ തെറ്റായിരുന്നു. അതുകൊണ്ട് ഇവരൊരിക്കലും എന്താവില്ല? ഈക്വൽ ആവില്ല എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തു. അപ്പൊ എന്തായിട്ട് മാറി? ഡിഫറെന്റ് ആയിട്ടുള്ള ഐയും ജെ എടുക്കുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജസ് കിട്ടുന്നു. അതുകൊണ്ട് എച്ച് എന്തായിട്ട് മാറി? 1 1 ആയിട്ട് മാറി. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇനി ബാക്കിയുള്ള ഭാഗത്ത് പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്യാം. ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് അവിടെ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് പറഞ്ഞോളൂ. എന്നാലും നമുക്ക് ഇനി അടുത്ത സെഷനിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. തിയറത്തിന്റെ ബി പാർട്ട് പെൻഡിങ് ആണ്.
ഇതിൽ സംശയമില്ലാത്ത ആൾക്കാർ ഇപ്പൊ തന്നെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തോളൂ. ഇതിന്റെ ബി പാർട്ടും കൂടി പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയട്ടോ. ഈ ഇതിൽ ഡൗട്ട് ഇല്ലാന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞോളൂ, എന്നാലും ബാക്കി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സാറേ എക്സ് മുതലും പറഞ്ഞോളൂ എനിക്ക്. അത് മൊത്തം കൺഫ്യൂഷൻ തന്നെയാണ്. ഓക്കെ, പറയാം. അപ്പൊ നമുക്കിനി ഓൺ ടു എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ ഓൺ ടു എന്ന് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതിന്റെ റേഞ്ചിൽ നിന്ന് റേഞ്ചിൽ നിന്നല്ല, അതിന്റെ കോഡോമയിൽ നിന്ന് നമ്മളൊരു എലമെന്റിനെ എടുത്തിട്ട് അതിനൊരു പ്രീ ഇമേജ് ഉണ്ടെന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പൊ എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ എക്സ് അതിലുണ്ടാവും, അല്ലെങ്കിൽ എക്സ് എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും. കാരണം സെയിം റിപ്പീറ്റ് ചെയ്യുന്ന എലമെന്റുകളിലൊന്നും നമ്മൾ എവിടെ പിടിച്ച് എഴുതാറില്ല, ഒരു സെറ്റിനകത്ത് എഴുതാറില്ല. അപ്പൊ അതുകൊണ്ട് ഐ യൂണിയൻ ബിയുടെ അകത്ത് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എക്സ് എന്ന് പറഞ്ഞ എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് അതിലുണ്ടാവും, അല്ലെങ്കിൽ അത് എവിടെ ഉണ്ടാവുള്ളൂ? ബിയിലേ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? ഓക്കെ. അപ്പോ എക്സ് എന്ന് പറയുന്ന ആളപ്പോൾ ഒന്നുകിൽ എയിലുണ്ടാവും, അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ ബിയിലുണ്ടാവും. അപ്പൊ എക്സ് എയിലുണ്ടെന്ന് വിചാരിക്കുക. എക്സ് എയിലുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആള് എ ആയതുകൊണ്ട് അവിടെ നമുക്ക് എന്തുണ്ട്? ഓൾറെഡി എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, എൻ എമ്മിൽ നിന്ന് എയിലേക്കുള്ളത്. അപ്പൊ ഈ എയുടെ അകത്ത് ഒരു എലമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് നിർബന്ധമായിട്ട് ഇവിടെ പ്രീ ഇമേജ് ഉണ്ടാവണം. കാരണം എന്താണ്? എഫ് എന്ന് പറയുന്ന ആൾ ഓൺ ടു ആണ്. അപ്പൊ എഫ് എന്ന് പറഞ്ഞ ആൾ ഓൺ ടു ആയതുകൊണ്ട് എയിലത്തെ ഏതൊരു എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടണം? എൻ എമ്മിനകത്ത് ഒരു ആളിനെ കണ്ടുപിടിക്കാൻ പറ്റണം. അതായത് ഇവിടുത്തെ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റണം? ഐനെ കണ്ടുപിടിക്കാൻ പറ്റണം. അതായത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു എഫ് ഓഫ് ഐ നമുക്ക് ഐനെ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് എഫ് ഓഫ് ഐ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ട്. ഇതുവരെ ക്ലിയർ ആണോ? ഇനി ഐ എന്ന് പറയുന്ന ആള് 1 2 എക്സെട്ര എം വരെ ആവണ സമയത്ത് എച്ച് ഓഫ് ഐ എന്ന് പറയുന്ന ആളും എഫ് ഓഫ് ഐ എന്ന് പറയുന്ന ആളും സെയിം അല്ലേ? എച്ച് ഓഫ് ഐ എന്ന് പറയുന്ന ആളുടെ ഡെഫിനിഷൻ നോക്കാം. അപ്പൊ പിന്നെ എന്തായി? അപ്പൊ നമ്മള് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എ യൂണിയൻ ബിയുടെ അകത്തുനിന്ന്, അതായത് നമ്മളോട് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഫോർ എനി എക്സ് ബിലോങ്സ് ടു എ യൂണിയൻ ബി there exists I belongs to n plus m such that h of I equal to x. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതായത് എ യൂണിയൻ ബിയുടെ അകത്ത് നമ്മൾ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്? എച്ചിന്റെ ഡൊമൈനകത്ത് ഐനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. സച്ച് ദാറ്റ് എച്ച് ഓഫ് ഐ ഈക്വൽ ടു എക്സ്. അതായത് എച്ച് എന്ന് പറയുന്ന ആള് എന്താണ്? ഓൺ ടു ആണ്. എവിടെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആള് എയുടെ അകത്താണെങ്കിൽ. അതാണ് ഇവിടെ പറഞ്ഞത്. ഇത്രയും ഭാഗം ക്ലിയർ ആയോ? ഇനി അടുത്തത് എക്സ് എന്ന് പറയുന്ന ആള് ബിയിലേക്ക് പോവാണ്. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബിയിൽ എടുത്തു. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ ബിയിലെത്തി. ഇനി ജി എന്ന് പറയുന്ന ആൾ എന്താണ്? ഓൺ ടു ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണിക്കേണ്ടത് ജിയുടെ അകത്ത് ഒരു എലമെന്റ് ഉണ്ട്. ഓക്കെ, ജി എന്ന് പറയുന്ന ആള് എന്നിൽ നിന്ന് എവിടേക്ക് പോകുന്ന ആളാണ്? ബിയിലേക്ക് പോകുന്ന ആളാണ്. അപ്പൊ ഇവിടെ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തുണ്ട്? ഇവിടെ ജെ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ കയ്യിലുണ്ട്. സച്ച് ദാറ്റ് എക്സ്. കാരണം ഇത് ജി എന്ന് പറയുന്ന ആൾ ഓൺ ടു ആയതുകൊണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജെയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? 1 2 എക്സെട്ര എം വരെയാണ് കിടക്കുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ നമുക്ക് കാണിക്കേണ്ട എച്ചിന്റെ ഡൊമൈൻ എന്താണ്? ഇനി എടുക്കേണ്ടത് എവിടെ നിന്നാണ്? 1 2 എക്സെട്ര എം വരെയുണ്ട്. സോറി, ഇത് എം അല്ല, എൻ ആയിരുന്നു, എൻ ആണ്. പക്ഷെ ജി വരുന്ന സമയത്ത് നമ്മൾ അതിന്റെ റേഞ്ച് പറഞ്ഞിരിക്കുന്നത് m+1 m+2 എക്സെട്ര m+n വരെ ആവണ സമയത്താണ് എച്ചും ജിയും എന്താവണത്? സെയിം ആവണത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അത്രയും ലാഘവത്തോടു കൂടി നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കൺസ്ട്രക്ഷൻ ആണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പൊ അതിനു വേണ്ടി നടത്തുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത ജി ഓഫ് കെ ഈക്വൽ ടു എക്സ്. ഇപ്പൊ ഞാനിവിടെ ജെ എന്ന ആളെ മാറ്റിട്ട് ഞാൻ പകരം കെ എന്ന് പറഞ്ഞ് എടുത്തു. അത്രയുള്ളൂ. കാരണം ഇത് പറഞ്ഞ രീതിയിൽ തന്നെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജി ഓഫ് കെ ഈക്വൽ ടു എക്സ് എന്ന് എടുക്കുന്നതിൽ വലിയ സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇനി കെ എന്ന് പറയുന്ന ആളിനെയാണ് എന്ത് ചെയ്യുന്നത്? ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ
ഈ കെ പ്ലസ് എം മൈനസ് എം ഇങ്ങനെ എടുത്താലും സംഭവം തന്നെയാണ്, കെ തന്നെയാണല്ലോ. അപ്പോൾ കെ എന്ന് പറയുന്ന ആള് 1 2 എക്സെട്ര എന്നിനകത്താണ്, അതൊക്കെയാണ്. കെ പ്ലസ് എം മൈനസ് എം എന്ന് പറയുന്നത് അപ്പൊ എവിടെ കിടക്കുന്നുണ്ടാവും? സെയിം റേഞ്ച് തന്നെ. അതിന് ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എന്താണ് എം പ്ലസ് കെ മൈനസ് എം എന്ന് പറഞ്ഞിട്ടാണ് ഇത്. അപ്പോൾ ഇത് എവിടെ കിടക്കുന്നുണ്ടാവും? ഈ പറഞ്ഞ സെറ്റിനകത്ത് കിടക്കാൻ സാധ്യതയില്ലേ? 1 2 സോറി എം പ്ലസ് 1 എം പ്ലസ് 2 എക്സെട്ര എം പ്ലസ് എന്നിന്റെ അകത്ത് കിടക്കാൻ സാധ്യത ഉണ്ടാവില്ലേ? അപ്പൊ അത്രയാണ് നമ്മളോട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ഓഫ് കെ ഈക്വൽ ടു ജി ഓഫ് കെ പ്ലസ് എം മൈനസ് എം എന്ന് പറഞ്ഞ ഫോമിലേക്ക് ആക്കി. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് മനസ്സിലായി? ഇത് ഇങ്ങനെ ഒരു മൈനസ് എന്ന് പറഞ്ഞ ഫോമിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറി? എച്ച് ഓഫ് കെ പ്ലസ് എം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? എഴുതാൻ പറ്റി. ഇത്രയേ ഉള്ളൂ. അപ്പൊ എച്ച് ഓഫ് കെ പ്ലസ് എം എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ജി ഓഫ് കെ പ്ലസ് എം മൈനസ് എം വിച്ച് ഈസ് ഈക്വൽ ടു ജി ഓഫ് കെ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പൊ ഈ ഒരു ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ 1 to n എന്നുള്ള ആളിനെ നമ്മൾ എന്താക്കണം? എം പ്ലസ് 1 എം പ്ലസ് 2ലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് അടുത്തേക്ക് ഉണ്ടാവും. ഇത് ശരിക്കും ഒരു കൺഫ്യൂഷൻ വരേണ്ട ഭാഗമാണ്. ഇപ്പൊ കൺഫ്യൂഷൻ മാറി കിട്ടിയോ? അതോ കൺഫ്യൂഷൻ കൂടിയോ? എന്തായാലും ഒന്നുകൂടി നോക്കേണ്ടി വരും. ഈ ഒരു കൺസെപ്റ്റ് ഇങ്ങനെയാണ് ഇത് പോയിരിക്കുന്നത്. ഇത് കുറച്ച് നന്നായിട്ട് തന്നെ തീർന്ന് നോക്കിക്കോളൂ. അതിന് വളരെ ബേസിക് ആയിട്ടുള്ള സാധനമാണ്. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല, എന്നാലും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്കിപ്പോൾ എന്ത് മനസ്സിലായി? എക്സ് എയിലാണെങ്കിലും ശരി എക്സ് ബിയിലാണെങ്കിലും ശരി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പ്രീമേജ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ എച്ച് എന്ന് പറയുന്ന ആൾ ഇപ്പം എന്തായിട്ട് മാറി? എച്ച് എന്ന് പറയുന്ന ആള് ഓൺ ടു ആയിട്ട് മാറി. ഓൾറെഡി നമ്മൾ എന്ത് കണ്ടുവച്ചിട്ടുണ്ട്? എച്ച് എന്ന് പറയുന്ന ആള് 1 1 എന്ന് കണ്ടുവച്ചിട്ടുണ്ട്. സോ നമ്മൾ കൺക്ലൂഡ് ചെയ്തത് എച്ച് എന്ന് പറയുന്ന ആള് ബൈജക്ഷൻ ആണെന്ന്. അങ്ങനെ ഇത് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ജസ്മിൻ ലിങ്ക് അയച്ചിട്ടുണ്ടോ അടുത്ത ക്ലാസ്സിനുള്ളത്? ഇല്ലെങ്കിൽ ഞാനൊന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം. ഓക്കെ, ഇല്ല. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാം. ഇതിനിടയിൽ ടീച്ചർ അങ്ങനെ ലിങ്ക് അയക്കുവാണെങ്കിൽ പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പൊ സെക്കൻഡ് പാർട്ടിനകത്ത് നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? ഒരു സിംഗിൾ എലമെന്റ് ഉള്ള ഒരു സെറ്റ് നമ്മൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് വലിയ സെറ്റിൽ നിന്ന് എ ബാർ സി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? m-1 എലമെന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് പറയാൻ പോകുന്നത്. അപ്പോൾ ബി പാർട്ടിന്റെ പ്രൂഫ് നോക്കാം. എ എന്ന് പറയുന്ന ആൾ ഫൈനൈറ്റ് സെറ്റ് ആണ്. അതിനകത്ത് എത്ര എലമെന്റ്സ് ഉള്ളത്? m എലമെന്റ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ nm ഫ്രം എയിലേക്ക് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? സി എന്ന് പറയുന്ന സെറ്റ് എയുടെ സബ്സെറ്റ് ആണ് വിത്ത് കാർഡിനാലിറ്റി ഓഫ് സി. സിയുടെ അകത്ത് എത്ര എലമെന്റേ ഉള്ളൂ? ഒറ്റ എലമെന്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് പേര് വിളിക്കും? ആ എലമെന്റിനെ ഞാൻ തൽക്കാലം എക്സ് എന്ന് പറഞ്ഞിട്ട് പേര് വിളിക്കുന്നു. അപ്പോൾ അതെന്താണ്? ഒരു സിംഗിൾട്ടൺ സെറ്റ് ആണ്. ഈ എക്സ് എന്ന് പറയുന്ന ആള് എവിടെയുണ്ട്? എയിലുണ്ട്. കാരണം എന്താണ്? സി എന്ന് പറയുന്ന ആള് എയുടെ സബ്സെറ്റ് ആണ്. അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്ന ആൾ എന്താണ്? ഓൺ ടു ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? there exists k belongs to nm such that f of k equal to x. അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്? ഒരു പ്രീ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്.
ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടത്? പുതിയ സെറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? എ ബാർ സി എന്ന് പറഞ്ഞ സെറ്റിലേക്ക്. ഇതെന്താണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്? ഇത് ഫൈനൈറ്റ് ആണെന്ന് കാണിക്കണം. അതിനകത്ത് m-1 എലമെന്റ്സ് ആണുള്ളതെന്ന് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? n(m-1)ൽ നിന്ന് ഈ സെറ്റിലേക്ക് നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റണം? ഒരു ബൈജക്ഷൻ കൊണ്ടുവരാനായിട്ട് പറ്റണം. എൻ്റെ പവർ ഒന്ന് ഫെയിൽ ആയതാണ്, അപ്പോൾ നെറ്റ് കട്ടായി പോയി. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ നമ്മളോട് പറഞ്ഞത് ഇത്രയൊക്കെയാണ്. സി എന്ന് പറയുന്ന ആള് ഇതിനകത്ത് ഒറ്റ എലമെന്റേ ഉള്ളൂ, എക്സ് എന്ന് പറഞ്ഞെടുക്കുന്നു നമ്മൾ അതിനെ. അപ്പൊ എക്സ് എന്ന് പറയുന്ന ആള് എയുടെ അകത്തുണ്ട്. കാരണം എന്തായിരുന്നു? എക്സ് എന്ന് പറയുന്ന എലമെന്റ് ഏതിനകത്തുള്ളതാണ്? എക്സിന്റെ എലമെന്റ് സിയുടെ അകത്തുള്ളതാണ്. സി എന്ന് പറഞ്ഞ ആള് എയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്ന ആൾ എവിടെയുണ്ട്? എയുടെ അകത്തും ഉണ്ട്. അപ്പൊ എക്സ് ബിലോങ്സ് ടു എ ആണ്. അതുപോലെ തന്നെ എഫ് എന്ന് പറഞ്ഞ ആളെ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എലമെന്റിനെ കൊണ്ടുവരാൻ പറ്റും. ആ എലമെന്റ് എന്ത് ചെയ്യുന്നതാണ്? എഫ് ഓഫ് കെനെ അല്ലെങ്കിൽ ആ എലമെന്റ് എക്സിലേക്ക് മാപ്പ് ചെയ്യും. അതായത് എഫ് ഓഫ് കെ ഈക്വൽ ടു എക്സ് എന്നുള്ള രീതിയിലേക്ക് എത്തും. ഇനി നമുക്ക് ആവശ്യമുള്ളത് എ ഗിവൺ സിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് എ ഗിവൺ സി എന്ന് പറയുന്ന ആൾ ഫൈനൈറ്റ് ആണെന്ന് കാണിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് m-1 എലമെന്റ്സ് ആണെന്ന് നമുക്ക് കാണിക്കണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഒരു പുതിയ ഫംഗ്ഷനെ കൊണ്ടുവരണം, ജി എന്ന് പറഞ്ഞ ഫംഗ്ഷനെ.
ഞാൻ പേര് വിളിക്കുന്നതാണ് ജി എന്ന് പറഞ്ഞിട്ടത്. അത് ഇവിടെ നിന്ന് എങ്ങോട്ടായിരിക്കണം? n-1 നിന്ന് എ ഗിവൺ സിയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം? എ ഗിവൺ സി എന്ന് പറഞ്ഞതിനകത്ത് m-1 എലമെന്റ്സ് ഉള്ളത് ഫൈനൈറ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജീനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? g of I is equal to f of I for I equal to 1, 2, 3, etc. k-1. f of I plus 1 എന്ന് പറയുന്നത് I equal to k, k plus 1, etc. m-1 എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്? അവരെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സാർ പ്രസന്റേഷൻ കാണാനില്ല സ്ക്രീനിൽ. ഓക്കെ, ഓക്കെ, അത് ക്ലിയർ ആയി. അപ്പോൾ വീണ്ടും പറയാം. നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഇതുവരെ ആയിരിക്കും. അപ്പോൾ സി എന്ന് പറയുന്ന ആള് എക്സ് എന്ന്, സിംഗിൾട്ടൺ എക്സ് എന്ന് പറഞ്ഞ ഞാൻ പേര് വിളിച്ചു. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആള് സിയുടെ അകത്താണുള്ളത്, സി എന്ന് പറഞ്ഞ ആള് എയുടെ അകത്താണുള്ളത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആൾ എവിടെയുള്ളത്? എയുടെ അകത്താണുള്ളത്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എ. അതുപോലെ എഫ് എന്ന് പറയുന്ന ആൾ ഓൺ ടു ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? കെ എന്ന് പറഞ്ഞ എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എഫിന്റെ ഡൊമൈനകത്ത്, സച്ച് ദാറ്റ് എഫ് ഓഫ് കെ ഈക്വൽ ടു എക്സ്. ഇത് നമുക്ക് കാണിക്കേണ്ടത് എ ഗിവൺ സി എന്ന് പറയുന്ന ആള് ഫൈനൈറ്റ് ആണ് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അതിനുവേണ്ടി, അല്ലെങ്കിൽ അതിനകത്ത് m-1 എലമെന്റ്സ് ആണുള്ളതാണ് നമുക്ക് കാണിക്കേണ്ടത്. അതായത് നമുക്കൊരു ഫംഗ്ഷൻ കൊണ്ടുവരണം. ആ ഫംഗ്ഷൻ ഡൊമൈൻ എന്തായിരിക്കണം? m-1 ആയിരിക്കണം, m-1 ആയിരിക്കണം. കോ ഡൊമൈന് എ ഗിവൺ സി ആയിരിക്കണം. അതെന്തായിരിക്കണം? ബൈജക്റ്റീവ് ആവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജി എന്ന് പറഞ്ഞ ആളെ കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് ഐ, ജി ഓഫ് ഐ ഈക്വൽ ടു എഫ് ഓഫ് ഐ ഫോർ ഐ ഈക്വൽ ടു 1, 2, etc. k-1. അതുപോലെ ജി ഓഫ് ഐ ഈക്വൽ ടു എഫ് ഓഫ് ഐ പ്ലസ് 1 ഫോർ ഐ ഈക്വൽ ടു കെ, കെ പ്ലസ് 1, etc. m-1 എന്ന് പറഞ്ഞ രീതിയിൽ. അപ്പൊ ജി എന്ന് പറയുന്ന ആള് ഇപ്പൊ എന്താണ്? അതായത് ഇപ്പോൾ ഇവിടെ ജി എന്ന് പറയുന്ന ആള് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏതിലാണ്? ഈ m-1 വരെയുള്ള, അല്ലെങ്കിൽ 1, 2, etc. m-1 വരെയുള്ള ആ സെറ്റിനകത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്? ജി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ജി എന്ന് പറയുന്ന ആള് ഒരു ബൈജക്ഷൻ ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജി എന്ന് പറയുന്ന ആള് 1, 1 ആണോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് എന്താണ്? ജി എന്ന് പറയുന്നത് 1 മുതൽ k-1 വരെയുള്ള ആളായിക്കോട്ടെ. നമ്മുടെ എഫ് എന്ന് പറയുന്ന ആൾ ഏത് വരെയുള്ളത്? എഫ് എന്ന് പറയുന്ന ആള് m-ൽ നിന്ന് എയിലേക്കുള്ള ആളാണ്. അതായത് എഫ് എന്ന് പറയുന്ന ആള് 1, 2, etc. k-1, പിന്നെ k plus 1, etc. m-1, m-ൽ നിന്ന് എയിലേക്കുള്ള ആൾക്കാരാണ്. ഇപ്പൊ നമ്മുടെ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എയും എ ഗിവൺ സിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ സബ്സെറ്റ് ആണ് ആര്? എ ഗിവൺ സി എന്ന് പറയുന്ന ആള്. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആള് മൊത്തം എന്താണ്? എഫ് ആണ്. അപ്പൊ എഫ് എന്ന് പറയുന്ന ആൾ എന്താണ്? ബൈജക്റ്റീവ് ആണ്. അതായത് എഫ് എന്ന് പറയുന്ന ആള് 1, 1 ആണ്, ഓൺ 2 ആണ്. അപ്പോൾ ഇതിൽ മൊത്തം എന്ത് മാത്രമേ ഉള്ളൂ? എഫ് മാത്രമേ ഉള്ളൂ. അതും ഐയുടെ റേഞ്ച് എന്താണ്? എഫിന്റെ ഡൊമൈനകത്ത്, ഐയുടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഈ കാണുന്നതിന്റെ ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ എഫ് എന്ന് പറയുന്നത്, ഈ എഫ് എന്ന് പറയുന്ന ആൾക്ക് എന്ത് പ്രോപ്പർട്ടീസ് ഉണ്ടാവും? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള എഫിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടായിരിക്കും. അപ്പൊ എഫ് എന്ന് പറഞ്ഞ ആൾ ബൈജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആര് ബൈജക്റ്റീവ് ആവും? ജി എന്ന് പറയുന്ന ആള് ബൈജക്റ്റീവ് ആവും. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനെ കൊണ്ടുവരാൻ പറ്റി. അതായത് എ ഗിവൺ സി എന്ന് പറയുന്ന ആൾ എന്താണ്? ഫൈനൈറ്റ് സെറ്റ് ആണ്. അതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? m-1 എലിമെന്റ്സേ ഉള്ളൂ. ഇത്രയാണ് ഇതിന്റെ പ്രൂഫ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഈസിയാണ്. ഈ കൺസ്ട്രക്ഷൻ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടോ? ഓർത്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായോ? കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ചോദിക്കണേ. ഓക്കെ, ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്തൊന്നുണ്ടെങ്കിൽ മെല്ലെ ലീവ് ചെയ്തോളൂ കേട്ടോ. ഇതൊന്നും